നമസ്കാരം. ആസാം റൈഫിൾസ്, വടക്ക് കിഴക്കിൻ്റെ കാവൽക്കാർ, സെന്റിനൽസ് ഓഫ് ദ നോർത്ത് ഈസ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധസൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ്. 190 വർഷം പിന്നിടുന്നു. ഇന്ന് അതിൻ്റെ തലപ്പത്തുള്ളത് ഒരു മലയാളിയാണ്. ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ എന്ന PC നായർ. അദ്ദേഹം ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പറയാം. ആസാം റൈഫിൾസിൻ്റെ 200 കൊല്ലത്തോളം പഴക്കമുണ്ട്. എന്താണ്? ഞങ്ങളുടെ റേസിംഗ് നടന്നപ്പോൾ 1835 നിങ്ങൾ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 190 ഇയേഴ്സ് ഇപ്പം കഴിഞ്ഞു. റേസ് ചെയ്ത സമയത്ത് ദിസ് വാസ് റേസ്ഡ് ആസ് കച്ചാർ ലെവി എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് റേസ് ചെയ്തതാണ്. എന്നുവെച്ചാൽ ആ സമയത്ത് ഈ ടീ പ്ലാന്റേഴ്സിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫോഴ്സായിരുന്നു. ബിക്കോസ് ആ സമയത്ത് ഈ ഹിൽസിൽ നിന്നൊക്കെ വരുന്ന ട്രൈബ്സ് പലരും, ഓൾ ദീസ് ട്രൈബ്, പുറത്തുള്ള നാഗ ഹിൽസ്, മിസോ ഹിൽസ്, ഇവിടെ നിന്നൊക്കെ വന്ന് ഈ പ്ലേസിലുള്ള ആൾക്കാരെ വന്ന് അറ്റാക്ക് ചെയ്യായിരുന്നു. അതിനുവേണ്ടി ഒരു ഫോഴ്സ് ഉണ്ടാക്കിയതാണ് കച്ചാർ ലെവി. സോ ദാറ്റ് ഈസ് 1835. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളുടെ അടുത്ത് വി ആർ ഹാവിങ് 46 ബറ്റാലിയൻസ്. ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് ഒരു 66,000, 66,000 ഈസ് ദി സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സ്. 46 ബറ്റാലിയൻസും ഉണ്ട്. ഇൻ ദീസ് 118 and 190 ഇയേഴ്സിൽ പല റോൾസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് ഇവോൾവ്ഡ് ഓവർ ദ ഇയേഴ്സ്. തൽക്കാലം ഞങ്ങൾ ചെയ്യുന്ന വി ആർ ഡൂയിങ് 2 things: ബോർഡർ ഗാർഡിങ്ങും കൗണ്ടർ ഇൻസർജൻസി. പിന്നെ അതേപോലെ മണിപ്പൂരിൽ നടക്കുന്ന സംഭവം, സിറ്റുവേഷൻ, ഇൻറ്റേർണൽ സിറ്റുവേഷൻ, ഡിസ്റ്റർബ്ഡ് ഇൻറ്റേർണൽ സിറ്റുവേഷൻ, അതും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇത് അല്ലാണ്ട് ഓഫ് ദീസ് 46 ബറ്റാലിയൻസ് 2 ബറ്റാലിയൻസ് ഞങ്ങളുടെ ജമ്മു ആൻഡ് കാശ്മീരിലുണ്ട്. ഇൻഫാക്ട് കാശ്മീർ വാലിയിലാണ്. ഗൽവാൻ ആവുന്ന ശേഷം ആഫ്റ്റർ 2020 ഞങ്ങളുടെ 2 ബറ്റാലിയൻസ് അവിടെ പോയിട്ട് ദേ ആർ സ്റ്റിൽ ദെയർ. അതാണ് ഞങ്ങളുടെ ഹിസ്റ്ററി. ഈ ഹിൽ പീപ്പിളുടെ അല്ലെങ്കിൽ മലനിരകളിൽ താമസിക്കുന്നവരുടെ സുഹൃത്ത് എന്ന് ആസാം റൈഫിൾസിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? വി വെർ കോൾഡ് ആസ് ഫ്രണ്ട്സ് ഓഫ് ദി ഹിൽ പീപ്പിൾ എന്ന് പറയുന്ന പോലെ. പക്ഷേ അതിപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. വി ആർ നൗ കോളിംഗ് അവർ സെൽസ് ഫ്രണ്ട്സ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റിൽ ദർ ആർ പ്ലെയിൻസ് ഓൾസോ. അപ്പോൾ അത് പ്ലെയിൻസിലത്തെ ആൾക്കാർക്ക് തോന്നാനുണ്ടാവും വി ആർ ഓൺലി ലുക്കിംഗ് ആഫ്റ്റർ ദി പീപ്പിൾ ഓഫ് ദ ഹിൽസ്. അതിന് വേണ്ടിയിട്ടാണ് ഈ മാറ്റം ഞങ്ങൾ വരുത്തിയത്. സോ വി ആർ നൗ നോൺ ആസ് ഫ്രണ്ട്സ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ്. അവർക്ക് വേണ്ടി ഞങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ വി ആർ അസോസിയേറ്റഡ് വിത്ത് ദി നോർത്ത് ഈസ്റ്റ് ഫോർ ദീസ് ഓൾമോസ്റ്റ് 190 ഇയേഴ്സ്. നോർത്ത് ഈസ്റ്റ് ആൻഡ് വി ഹാവ് ഗ്രോൺ ടുഗെദർ. ഒരുമിച്ചാണ് വളർന്നത്. ഫോർ ദി പീപ്പിൾ ഓഫ് ദ നോർത്ത് ഈസ്റ്റ്, പ്രത്യേകിച്ച് റിമോട്ട് ഏരിയസിലുള്ള ആൾക്കാർക്ക് വേണ്ടി വി റെപ്രസെൻറ്റഡ് ദി ഗവൺമെൻറ് ആസ് വി സ്റ്റിൽ ഡു. എന്നുവെച്ചാൽ റിമോട്ട് ഏരിയസിലൊക്കെ നാടുപ്രദേശങ്ങളൊക്കെ ഗവൺമെൻറ് പ്രസൻസ് ഇല്ല. ബിക്കോസ് ഓഫ് ദി കണക്ടിവിറ്റി ഇഷ്യൂസ്, റോഡില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടി വി ആർ ദി ഫേസ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ പല ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സും ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് ചെയ്യുന്ന പ്രോജക്ട്സൊക്കെ ദാറ്റ് ഹാസ് മെയ്ഡ് എ ഡിഫറൻസ്. ഇൻഫാക്ട് ഞങ്ങൾ പല ക്യാമ്പ്സിൻ്റെ 4 ഭാഗത്തിലാണ് ടൗൺസ് ഹാവ് ഇവോൾവ്ഡ് അറൗണ്ട് ആർ കാൻറ്റോൺമെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഐസ്വാൾ, കൊഹിമ, ഈ ഏരിയയിലൊക്കെ ദർ വാസ് ഹാർഡ്ലി എനി ഇൻഹാബിറ്റേഷൻ ഇഫ് യു സീ 200 years ബാക്ക്. അപ്പോൾ ഞങ്ങളുടെ ഈ ഗാരൻസസ് വന്ന ശേഷം ദി സിവിൽ പോപ്പുലേഷൻ ഹാസ് ഓൾസോ കം അറൗണ്ട് ദോസ് പ്ലേസസ്. ജനറൽ പൊതുവെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ ഇൻസർജൻസി വളരെ കുറഞ്ഞ വരെയാണ്. സോ ആസാം റൈഫിൾസിൻ പോലുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ? ഓഫ് കോഴ്സ്. നിങ്ങളൊരു ഇൻസർജൻസി കുറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ്, കാര്യം ശരിയാണ്. ഓവർ ദ ലാസ്റ്റ് 8 to 10 years ഇൻസർജൻസി വളരെ കുറഞ്ഞിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് വയലൻസ് ലെവൽസ്, ഇൻസർജൻസ് എലിമിനേറ്റഡ്, വെപ്പൺ റിക്കവറീസ്, ഇതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വി ആർ നോൺ ആസ് ദി ഗാർഡിയൻസ് ഓഫ് ദ നോർത്ത് ഈസ്റ്റ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലത്തെ ഒരു ഭാഗം ഇസ് ഓൾസോ ദി ചൈന ബോർഡർ. അപ്പോൾ ഈ റോഡിനെ പറ്റി സാധാരണ ആൾക്കാർക്ക് അറിയുന്നില്ല. ദി അവയർനെസ് ഇസ് നോട്ട് ദെയർ. ദി ലാർജർ പിക്ചർ ഇതിൽ എന്താ വെച്ചാൽ വി ഷുഡ് ഓൾസോ ലുക്ക് അറ്റ് അവർ ബോർഡർ, ചൈനൻ്റെ കൂടെയുള്ള ബോർഡർ, അരുണാചൽ പ്രദേശ്.
നിങ്ങൾ 1962 war എന്ന് ഇഫ് യു റീഡ് ദ ഹിസ്റ്ററി, അപ്പോൾ ആ സമയത്തും അലോങ് വിത്ത് ഇന്ത്യൻ ആർമി അസം റൈഫിൾസിൻ്റെ സോൾജേഴ്സ് ഡിപ്ലോയിഡ് ഉണ്ടായിരുന്നു ഇൻ ഓൾ ദി 5 ഇമ്പോർട്ടൻറ്റ് വാലീസ്. അരുണാചൽ പ്രദേശിൽ നിങ്ങൾ മാപ്പ് ഒന്ന് നോക്കിയാൽ യു വിൽ സി വെസ്റ്റ് നിന്ന് നോക്കിയാൽ വാലീസ്, ഇഫ് ഐ ഗോ ഇൻ ദി സീക്വൻസ്, സുബൻസിരി വാലി, സിയോം വാലി, പിന്നെ സിയാങ് വാലി, പിന്നെ ഒരു ലോഹിത് വാലി എന്ന് പറഞ്ഞാൽ ഈ പല വാലീസ് ഉണ്ട്. അപ്പോൾ ഈ വാലീസ് കൂടെ അപ്രോച്ച്, അപ്പോൾ ചൈനീസ് ആർമി വന്ന് PLA വന്ന് ഓൺ ഓൾ ദീസ് 5 അപ്രോച്ചസ്. അപ്പോൾ ഏറ്റവും മുന്നിൽ റൈറ്റ് ഇൻ ദ ഫോർ ഫ്രണ്ട് ഞങ്ങളുടെ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പെനി പോക്കറ്റ്സിലായിരുന്നു, പക്ഷേ ഫൈറ്റിംഗ് അലോങ് വിത്ത് ദി ഇന്ത്യൻ ആർമി. അപ്പം ചൈനീസ് അറ്റാക്ക് വന്നപ്പം ദ മേജർ ബ്രണ്ട് തുടക്കത്തിലുള്ള വാറിലൊക്കെ ഭാഗം എടുത്ത ഞങ്ങളെ സോൾജേഴ്സാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പല അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. മഹാവീർ ചക്രം, വീർ ചക്രമൊക്കെ കിട്ടിയിട്ടുണ്ട്. പല സ്ഥലത്ത് ആർ സോൾജേഴ്സ് ഹാവ് ഫോട്ട് ലാസ്റ്റ് മാൻ ലാസ്റ്റ് റൗണ്ട്. അതിൻ്റെ ഹിസ്റ്ററി അവിടെ അരുണാചൽ പ്രദേശിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ദി റെസ്റ്റ് ഓഫ് ദ കൺട്രി ഡസൻ നോ. എവരി വൺ ഈസ് ലുക്കിംഗ് അറ്റ് അസ് എ കൗണ്ടർ ഇൻസർജൻസി ഫോഴ്സ്. പക്ഷേ വി ഹാവ് ഈക്വൽ കേപ്പബിലിറ്റി ടു ഫൈറ്റ് ഇന്ത്യൻ ആർമിയുടെ കൂടെ ഓൺ ദി ചൈനീസ് ബോർഡർ. അപ്പോൾ ലാർജർ പെർസ്പെക്റ്റീവിൽ ഇഫ് യു സീ ഞങ്ങളുടെ റോൾ അവിടെയാണ്. വി ഫീൽ ദാറ്റ് ഇസ് വെയർ വി ക്യാൻ മേക്ക് എ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ചൈന ഇപ്പോഴും ഒരു വെല്ലുവിളി ആ ഭാഗത്തുണ്ടോ? നമുക്ക് ചൈനീസ് ത്രെറ്റ് ഉണ്ടല്ലോ. ആഫ്റ്റർ ഗൽവാൻ വാട്ട് ഹാവ് വി സീൻ? അത് കഴിഞ്ഞ് ചൈന ഹാസ് ഓൺലി ഇൻക്രീസ് അവരുടെ ഫോഴ്സ് ലെവലൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഓൾ ലോങ് ലഡാക്കിലോ അരുണാചൽ ബോത്ത് പ്രീവിയസ്. അപ്പം ഇന്ത്യൻ ആർമീൻ്റെ ഞങ്ങളെ സൈഡിൽ ഈസ്റ്റേൺ കമാൻഡ് ഓപ്പറേഷണൽ പ്ലാൻസിന് വേണ്ടി അഗെയിൻസ്റ്റ് ചൈന അസം റൈഫിൾ ഈസ് എ വെരി മേജർ കോമ്പണൻറ്റ്. അസം റൈഫിൾസ് ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ആർമീൻ്റെ ഓപ്പറേഷണൽ പ്ലാൻസ് ഒന്നും നടക്കില്ല. ഈ നാഗ ഇൻസർജൻസി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം, സായുധവൽക്കരണം, ഇതെല്ലാം ചൈനയുടെ ഭാഗത്ത് നടക്കുന്ന എന്നൊരു ഇതുണ്ട്. ഇപ്പോഴും അത്തരത്തിലൊരു നീക്കം അവിടെ ഉണ്ടോ? ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഈ നാഗ ഇൻസർജൻസി തുടങ്ങിയത് 1955-56 ഇൻസർജൻസി ആസ് യു നോ തുടങ്ങിയത്. അപ്പോൾ മുതൽ ഇതുവരെ കൗണ്ടർ ഇൻസർജൻസിയിൽ മേജർ ഭാഗം എടുക്കുന്നത് ഞങ്ങൾ അസം റൈഫിൾസ് തന്നെയാണ്. ഓഫ് കോഴ്സ് വിത്ത് ദി ഇന്ത്യൻ ആർമി. പക്ഷേ ഈ ഗൽവാൻ നടന്നതിന് ശേഷം ഇൻസർജൻസി ഹാൻഡിൽ ചെയ്യുന്നത് ടോട്ടലി അസം റൈഫിളാണ്. സോ വി ആർ ദെയർ ഇൻസർജൻസിക്ക് വേണ്ടി. പക്ഷേ ആസ് മിസ്റ്റർ ബാലഗോപാൽ ബ്രോട്ട് ഔട്ട് അഗെയിൻസ്റ്റ് ചൈന ഓൾസോ വി വിൽ ബി ദെയർ. ഈ ചൈന കഴിഞ്ഞാൽ പിന്നെയുള്ള മ്യാൻമാറാണ്. മ്യാൻമാർ ഒരു പോറസ് ബോർഡറാണെന്നുള്ള ഒരു പരമ്പരാഗതമായി അങ്ങനെ പറയുന്നതാണ്. മ്യാൻമാർ ബോർഡറിൽ നിന്നുള്ള ത്രെട്ട് എത്രത്തോളം ഇന്ത്യക്ക് ഭീഷണിയാണ്? ബോർഡർ ത്രെറ്റ് എന്ന് പറയാൻ പറ്റില്ല. വെൻ യു സേ ബോർഡർ ത്രെറ്റ്, ഇത് ചൈനൻ്റെ പെർസ്പെക്റ്റീവ്. ഇഫ് യു ലുക്ക് അറ്റ് ദി ചൈനീസ് ത്രെറ്റ്, അപ്പോൾ ബർമ വഴി കൂടിയും ചൈനയ്ക്ക് വരാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി അപ്രോച്ചസ് ഇന്ത്യയിലേക്ക് വരാനുള്ളത്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ഇൻഡോ മ്യാൻമാർ റിലേഷൻഷിപ്പ്, അത് ട്രഡീഷണലി ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ്. ഇത്രത്തോളം നമുക്ക് പറയാം. ഫോർ മ്യാൻമാർ ഇന്ത്യൻ ബോർഡർ അവർ കരുതുന്നത് ഇന്ത്യൻ ബോർഡർ ഈസ് ദ മോസ്റ്റ് പീസ്ഫുൾ ബോർഡർ. ബാക്കി അവരുടെ ബോർഡേഴ്സ് ഉള്ളത് ചൈനയുടെ കൂടെ, തായ്ലൻഡ്, പിന്നെ ലാവോസ്, ബംഗ്ലാദേശ് ഒക്കെ ഡിസ്റ്റർബ്ഡാണ്. ഇന്ത്യൻ ബോർഡറാണ് ഏറ്റവും പീസ്ഫുൾ അവർക്ക് വേണ്ടി. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ത്രെറ്റ്. നമുക്ക് ത്രെറ്റ് എന്ന് വെച്ചാൽ ടുഡേ ഇറ്റ് ഈസ് അബൌട്ട് കോൺട്രബാൻഡ്, ഡ്രഗ്സ് വരുന്നത്. പിന്നെ അതേപോലെ ഇന്ത്യൻ ഇൻസർജൻസ് അവരുടെ ക്യാമ്പ്സൊക്കെ മ്യാൻമാറിലാണ്. ട്രഡീഷണലി ഹാസ് ബീൻ. ഇതിനു മുമ്പേ ബംഗ്ലാദേശിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ബംഗ്ലാദേശിലില്ല. How serious is this drug smuggling there? Drug smuggling. You talked about golden crescent. Golden triangle. Both. Okay, let me put this in perspective. ഇവിടെയുള്ള അടുത്ത് നോർത്ത് ഈസ്റ്റിൽ വാട്ട് ഈസ് ക്ലോസ് ടു അസ് ഇസ് ദി ഗോൾഡൻ ട്രയാങ്കിൾ. മ്യാൻമാർ, തായ്ലൻഡ്, ലോസ്. ഈ 3 ദേശങ്ങൾ വേർ ദി മീറ്റ്, ദാറ്റ് ഈസ് ദ ഏരിയ വേർ ദിസ് ഇസ് ഗോൾഡൻ ട്രയാങ്കിൾ. എന്നുവെച്ചാൽ അവിടുത്തെ ടെറൈൻ, ലാൻഡും പിന്നെ വെതറും ബോത്ത് ആർ വെരി ബെനിഫിഷ്യൽ ടു പോപ്പി കൾട്ടിവേഷൻ. അതാണ് ഇതിൻ്റെ തുടക്കം. കുറച്ചും കൂടി നമ്മൾ ഹിസ്റ്ററിയിൽ പോയാൽ ഓപ്പിയം വാറിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓപ്പിയം വാർ കഴിഞ്ഞ ശേഷം ദർ ഈസ് ഇനഫ് എവിഡൻസ് ടു സേ ദാറ്റ് ചൈന ഹാഡ് എ ബിഗ് റോൾ ടു പ്ലേ ഇൻ ക്രിയേറ്റിംഗ് ആൻ ഓപ്പിയം കൾട്ടിവേഷൻ ഈ ഭാഗത്തിലും. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഗോൾഡൻ ട്രയാങ്കിൾ ഗോട്ട് ഫോം. നിങ്ങൾ ഗോൾഡൻ ക്രെസൻറ്റിനെ പറ്റിയും ചോദിച്ചു. മറ്റേ ഓൺ ടു അവർ വെസ്റ്റ്, പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ.
ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പോപ്പി ഉണ്ടാക്കുന്നത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു ആൻഡ് പ്രൊമോട്ടഡ് ബൈ താലിബാൻ. പക്ഷേ സിൻസ് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം മുതൽ താലിബാൻ ഇതിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട്, പോപ്പി കൾട്ടിവേഷൻ ബിഗ് ടൈം, വലിയ വെരി ബിഗ് സ്കെയിൽ. അതുകൊണ്ട് അവിടുത്തെ ഈ കൾട്ടിവേഷനൊക്കെ ഗ്രാജുവലി ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. ഗോൾഡൻ ക്രിസൻറ്റിൽ നിന്ന് ഈ ബിസിനസ്സൊക്കെ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഇഫ് യു സീ ദി കോൺട്രബാൻഡ് ക്യാച്ച്, കഴിഞ്ഞ വർഷം വി കോട്ട് കോൺട്രബാൻഡ് വേർത്ത് 1800, ഓൾമോസ്റ്റ് 1800 വർത്ത് കോൺട്രബാൻഡ്. അതിൽ 90% ക്രോർസ്, 90%, 90% വാസ് ഡ്രഗ്സ്. ഈ വർഷം വി ആർ ജസ്റ്റ് ഇൻ ടു മാർച്ച്, ആസ് ഓൺ March 31st, അത് വെച്ചാൽ ഇന്നലെ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 50% ഓഫ് ലാസ്റ്റ് ഇയർ. ഞങ്ങൾ ഈ വർഷം പഠിച്ച് 860 crores ആണ്. പക്ഷേ അനദർ തിങ് ദാറ്റ് ഐ വോണ്ട് ടു ഹൈലൈറ്റ് ഇവിടെ എന്താ വെച്ചാൽ ദിസ് ഈസ് നോട്ട് പെക്യുലർ ടു ഓൺലി നോർത്ത് ഈസ്റ്റ്. ദിസ് ഇൻക്രീസ് ഇൻ ഡ്രഗ്സ് ഈസ് ഈ കംപ്ലീറ്റ് റീജിയനിലാണ്. മയൻമാറിലും തായ്ലൻഡിലും ലാവോസിലും കഴിഞ്ഞ 2-3 വർഷത്തിൽ നിങ്ങൾക്ക് ഒന്ന് സ്റ്റഡി ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ദി കോൺട്രബാൻഡ് ക്യാച്ച് ഹാസ് ഇൻക്രീസ്ഡ് in all these places. Apara, who's the big player here? This is for something for you to guess. But surely there is some big country here in this region. No, in this region. region there is one. China. Which is it is in their advantage if there is disturbance in all this. അത് മെയിൻലാൻഡിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഹിൽസിൽ നിന്ന് ഇറ്റ് ഷുഡ് കം അപ്പ് ആക്ച്വലി സൗത്തിലേക്കും നോർത്തിലേക്കും ഇതിങ്ങനെ വലിയ തോതിൽ മയക്കുമരുന്ന് വരുന്നു എന്നുള്ളൊരു വലിയ ഇതുണ്ട്. പ്രത്യേകിച്ച് കേരളം പോലൊരു സ്ഥലത്ത് പോലും ഇപ്പോൾ വലിയ തോതിൽ മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട് നഗരങ്ങളിലൊക്കെ. അപ്പം ഒരു ബാലുഗോപാൽ ചോദിച്ച പോലെ ഇത് ഒരു പോറസ് ബോർഡർ അല്ല, ഇത് ഒരു ഓപ്പൺ ബോർഡറാണ്. പോറസ് എന്ന് വെച്ചാൽ യു കനോട്ട് ഗോ ഇൻ ഫ്രം ഓൾ പ്ലേസസ്. ഇത് വേറെ യു വോണ്ട് ഫ്രം നിങ്ങൾക്ക് ബോർഡർ ക്രോസ് ചെയ്യാം. ഞങ്ങൾക്ക് തൽക്കാലമുള്ള ബോർഡർ ഗാർഡ് ബറ്റാലിയൻസ് ആർ 20 ബറ്റാലിയൻസ്. ഇൻഡോ മയൻമാർ ബോർഡറിൻ്റെ ലെങ്ത് 1643 കിലോമീറ്റർ, 1643 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എവറി കിലോമീറ്റർ, എവറി സ്ക്വയർ ഇഞ്ച് ഗാർഡ് ചെയ്യാൻ പോസിബിൾ അല്ല. പിന്നെ ഈ ഫ്രീ മൂവ് റെജീമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലെന്താ വെച്ചാൽ 16 കിലോമീറ്റേഴ്സ് ബോർഡറിൻ്റെ 2 ഭാഗത്തും all villages that are there. On the Indian side ഒരു ഓൾമോസ്റ്റ് ഒരു 870 വില്ലേജസ് ഉണ്ട്. അപ്പോൾ ഈ വില്ലേജസിന് കടന്ന് അങ്ങോട്ട് പോകാം, ദാറ്റ് സൈഡ് 16 കിലോമീറ്റേഴ്സ് വരെ പോവാം വിതൗട്ട് എനി പാസ്പോർട്ട് ഓർ വിസ. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് ഫ്രീ മൂവ് റെജീം അതിൻ്റെ ഒരു മിസ്യൂസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കോൺട്രബാൻഡൊക്കെ പോകുന്നത്. സോ എൻട്രി ആവാൻ ഇറ്റ് ക്യാൻ കം ഫ്രം എനിവെയർ ഇൻ 1643 കിലോമീറ്റേഴ്സ്. അത് ക്യാരി ചെയ്യുന്ന ദർ ഇസ് ഓൾസോ സംതിങ് കോൾഡ് ആസ് ഹെഡ് വെയ്റ്റ്. Head loads, not head weights, head load. As per this free move regime, whatever you can carry on your head load എന്ന് പറയുന്നത്, there is no check. There is not supposed to be any check. പക്ഷേ ഞങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്. So anything he can carry. അപ്പോൾ ഒരു let's say for example 250 grams of drugs is hardly anything. 1 kg hardly anything. അത് പോക്കറ്റിലിട്ട് കൊണ്ടുവരാം. But see the financial cost of that. For the local villages, വളരെ പാവങ്ങളാണ് ദി കാരിയേഴ്സ്. ഞങ്ങൾ സാധാരണ പിടിക്കുന്നൊക്കെ 90% ഓഫ് ദം കാരിയേഴ്സ്. നിങ്ങൾ ചോദിച്ച ചോദ്യം, ദി ബിഗ് ഗൺസ് വി ആർ നോട്ട് ഏബിൾ ടു ടാർഗറ്റ്. ഫൈനലി വി ആർ ഗെറ്റിംഗ് ഓൺലി ക്യാരി ചെയ്യുന്ന ഇത് എടുത്ത് നടക്കുന്ന ആൾക്കാരെ. ഇൻസർജൻസിക്ക് ഈ ഒരു ഡ്രഗ് ഫിനാൻസിങ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ലോട്ട് ഓഫ് മണി ഈസ് ഇൻസർജൻസി മാത്രമല്ല, വെപ്പൺ സ്മഗ്ലിംഗ്, ഈ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കുന്ന വെപ്പൺസ്, ഇതൊക്കെ യുനാൻ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ഉണ്ട് മ്യാൻമാറിൻ്റെ ബോർഡർ കടന്ന ഇൻ ടു ചൈന. യുനാൻ പ്രോവിൻസ് ഉണ്ട്, അവിടെ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഈ ഇല്ലീഗൽ വെപ്പൺസ്. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ പൈസ കൊണ്ട് ഇതിൻ്റെ സ്മഗ്ലിംഗ് നടക്കുന്നുണ്ട്. നോട്ട് ജസ്റ്റ് ഇൻ ടു ഇന്ത്യ, പക്ഷേ ബാക്കി ഭാഗങ്ങളിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും. ജനറൽ ഈ പ്രധാനമായിട്ട് ഈ ആസാം റൈഫിൾസിനെ കുറിച്ച് പറയുമ്പം മണിപ്പൂർ റൈറ്റ്സ് ആണ് ഒരു ഇത്. ജനറലിൻ്റെ പീരീഡ് ഏറ്റവും വലിയൊരു ചലഞ്ചിങ് പീരീഡ് ആയിരുന്നു. ജനറൽ സിറ്റുവേഷൻ മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്? ഇപ്പോഴത്തെ ഒരു അവിടുത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്താണ്? ഞാൻ ഈ ചോദ്യം ആൻസർ ചെയ്യുന്നത് ഐ വോണ്ട് ടു ഗിവ് എ ലിറ്റിൽ ബാക്ക്ഗ്രൗണ്ട്. വെച്ചാൽ മണിപ്പൂരിൽ
been in the capacity of a junior officer as a major with about 10 years service ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇറ്റ് വാസ് ഇൻസർജൻസി. നാഗാസ് ഉണ്ടായിരുന്നു, ഈ വാലി ബേസ്ഡ് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ്, അത് വെച്ചാൽ മേത്തി ഗ്രൂപ്പ്സ്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ദി നാഗാസ് ആൻഡ് കുക്കീസ് വെയർ ഫൈറ്റിംഗ് ഈച്ച് അതർ. ഈ 1990s 1991, 92, 93, 97, 96 വരെ നാഗ കുക്കി ഫൈറ്റ്സ് ഇപ്പം നടക്കുന്ന മേത്തി കുക്കി പോലെ അതേപോലെ ദോസ് ഫൈറ്റ്സ് വെയർ ഓൾസോ ദർ. പക്ഷേ അതിനെപ്പറ്റി മീഡിയയിലൊന്നും വന്നിട്ടില്ല. ആ സമയത്ത് ഡിസ്റ്റർബൻസ് വാസ് ഈവൻ വേഴ്സ്. പക്ഷേ മീഡിയൻ്റെ പ്രസൻസ് ഉണ്ടാകത്തോണ്ട് ഇറ്റ് ഡിഡ്ന്റ് ഗെറ്റ് റിപ്പോർട്ടഡ്. ആൾക്കാർക്ക് ആർ കൺട്രിമെൻ ഡോണ്ട് നോ. സോ ദിസ് ഇസ് നോട്ട് ന്യൂ. ഒരു പുതിയ ഇൻസിഡൻ്റ് അല്ല ഇത് നടക്കുന്നത്. പക്ഷേ വാട്ട് യു സെഡ് ഇസ് ഓൾസോ റൈറ്റ്. എൻ്റെ സമയത്താണ് ഈ മാക്സിമം ഞാൻ വയലൻസ് കണ്ടിട്ടുള്ളത്. മീഡിയയിൽ ഇതെല്ലാം വന്നിട്ടുണ്ട്. ദി ഓൺ ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്ന് നമ്മൾ നോക്കുന്ന വെച്ചാൽ ഇറ്റ് ഈസ് മച്ച് ബെറ്റർ. മാക്സിമം വയലൻസ് നടന്ന് ദി ഫസ്റ്റ് ത്രീ ഡേയ്സ് 3rd, 4th, 5th May കഴിഞ്ഞ വർഷം 23. പക്ഷേ അത് കഴിഞ്ഞിട്ട് വി ഹാവ് ബീൻ ഏബിൾ ടു അറസ്റ്റ് വയലൻസ് അറ്റ് എ വെരി ഗ്രേറ്റ് ലെവൽ. ആൻഡ് ഈ രണ്ട് കമ്മ്യൂണിറ്റീസും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് പല സമയത്ത് അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സം ഓഫ് ദ ക്രിറ്റിസിസം ഹാസ് കം അവർ വേ ബിക്കോസ് ഓഫ് ദാറ്റ്. അസം റൈഫിൾസിനെതിരെ ഭയങ്കര ക്രിറ്റിസിസം ആയിരുന്നു, പാർട്ടിങ് വിത്ത് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അത് ക്രിറ്റിസിസം ആക്ച്വലി നിങ്ങൾ മീഡിയയിൽ കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ബ്ലെയിം ചെയ്യുന്നത് മാത്രം. ആക്ച്വലി ബോത്ത് കമ്മ്യൂണിറ്റീസ് ആർ ബ്ലെയിമിങ് അസ്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളാണ് ഇൻ്റർവീൻ ചെയ്യുക, ഞങ്ങളാ ഫൈറ്റ് നിർത്തുക. അപ്പോൾ ദാറ്റ് ഡസൻറ്റ് വർക്ക് ടു അവർ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങളെ ബ്ലെയിം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു മേത്തി ഏരിയയിൽ ഞങ്ങൾ ഡിപ്ലോയിഡ് ആണ് വെച്ചാൽ ഞങ്ങളുടെ ട്രൂപ്സ് അവിടെ, അഥവാ ഒരു കുക്കീൻ്റെ കുറച്ച് ആൾക്കാർ മിലിറ്റൻസ് ഓർ ആംഡ് ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ അവരെ നിർത്തും. അപ്പോൾ ഇവർ കുക്കീസൊക്കെ പറഞ്ഞ് വി ആർ ബയസ്ഡ് ഇൻ ഫേവർ ഓഫ് മേത്തീസ്. ആൻഡ് ദ ഓപ്പോസിറ്റ് ഇസ് ഓൾസോ ട്രൂ. കുക്കി ഏരിയയിൽ ഞങ്ങൾ ഉണ്ടാകുന്ന ട്രൂപ്സ് ഞങ്ങൾ മേത്തീസിനെ നിർത്തുമ്പോൾ അവർ മേത്തീസ് പറയുന്നത് വി ആർ പ്രോ കുക്കി. ഇപ്പം മീഡിയേൻ്റെ വാട്ട് എവർ ഇസ് കമ്മിങ് ഔട്ട് ഇസ് മാക്സിമം മേത്തി മീഡിയ ആണ് വരുന്നത്. വെച്ചാൽ 60% ഓഫ് ദ പോപ്പുലേഷൻ വാലിയിലാണ്. മീഡിയ ഹൗസസ് എല്ലാം 90% ഇംഫാലിലാണ്. അതുകൊണ്ട് ഒരു നെഗറ്റീവ് മാത്രമേ വരുന്നുള്ളൂ. ഓൺലി വൺ കമ്മ്യൂണിറ്റീസ്. ആക്ച്വലി ബോത്ത് കമ്മ്യൂണിറ്റീസ് ആർ ബ്ലെയിമിങ് അസ്. പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവണം, ദാറ്റ് ഞങ്ങളുടെ ഫോഴ്സിലും വി ഹാവ് ഗോട്ട് ബോത്ത് കമ്മ്യൂണിറ്റീസ്. മേത്തി കമ്മ്യൂണിറ്റി ഉണ്ട്, കുക്കി കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഹൗ ക്യാൻ വി ബി പാർഷ്യൽ ടു എനി വൺ കമ്മ്യൂണിറ്റി? അത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട്? നോർമൽസി, ഇറ്റ്സ് ഗ്രേറ്റ് ഡിഗ്രി ഓഫ് നോർമൽസി ഹസ് കം. പക്ഷേ വാട്ട് ഈസ് ഓഫ് കൺസേൺ, രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. വൺ ഈസ് വെപ്പണൈസേഷൻ ഓഫ് ദ സൊസൈറ്റി. ഈ പല വെപ്പൺസ് ഇപ്പോൾ ലൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അല്ല, അത് ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെടുക്കുന്നതിനേക്കാൾ ഉപരി പുറത്ത് നിന്ന് വന്നിട്ടുള്ള രണ്ടുണ്ട്. പുറത്തുനിന്ന് വന്നിട്ടുണ്ടാവും, പക്ഷേ ഈ അതിൻ്റെ ഫിഗർ നമ്മൾ എടുത്തില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയ ഫിഗർ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് മീഡിയയിൽ ഓപ്പൺ സോഴ്സാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. പക്ഷേ ഈ പുറത്തുനിന്ന് വരുമ്പോൾ ഈ ബോർഡർ ക്രോസ് ചെയ്ത് വരുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇപ്പോഴും ആ രീതിയിലുള്ളൊരു ഈ പറയുന്ന പോറസ് ബോർഡർ കാരണം വന്നതാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ ഈ കാട് പ്രദേശമാണ്, ഇറ്റ്സ് ഓൾ ഫോറസ്റ്റ്. രാത്രി ഒരാളോ രണ്ടാൾക്കാർ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നത് നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇമ്പോസിബിൾ. ട്രസ്റ്റ് ഡെഫിസിറ്റ്, ഈ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ് ഐ സേ. വയലൻസ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവർ തമ്മിൽ ഇപ്പം ദാറ്റ് മൈൻഡ്സ് ആർ വെരി കറപ്റ്റഡ്. നിങ്ങൾ നോക്കിയാൽ ഈ ചില കുട്ടികളും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ദേ ഹാവ് ബീൻ ഫസ്റ്റ് ഹാൻഡ് വിറ്റ്നസ്. അപ്പോൾ ഇവരൊക്കെ വെൻ ദേ ബിക്കം ഗ്രാൻഡ് പേരൻസ്, അപ്പോൾ നെക്സ്റ്റ് 2 generations ആഫ്റ്റർ ദം ദേ വിൽ ഹിയർ സ്റ്റോറീസ്. ഇതിനെ പറ്റി കഥ ഒക്കെ ഇവർ കേൾക്കും. സോ ദാറ്റ് ഈസ് മൈ കൺസേൺ. എവറിബഡീസ് കൺസേൺ ഷുഡ് ബി ദാറ്റ്. വെച്ചാൽ ദി മൈൻഡ്സ് ആർ കറപ്റ്റഡ്. ഹൗ ഡു വി വർക്ക് അറൗണ്ട് ദിസ്? എങ്ങനെയാണ് ഇവർ തമ്മിൽ പീസ് ഉണ്ടാക്കാമെന്നാണ് വലിയൊരു പ്രോബ്ലം. വയലൻസ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹൗ ഡു വി ട്രൈ ടു നൗ ടെൽ ദം അല്ല മണിപ്പൂർ ആസ് എ സ്റ്റേറ്റ് ഷുഡ് എക്സിസ്റ്റ്. നിങ്ങൾ ഓരോ ഞങ്ങളുടെ ഭാഗം വേറെയാണ്, നിങ്ങളുടെ ഭാഗം വേറെ, അങ്ങനെ ചെയ്താൽ പറ്റില്ല. ഇറ്റ് ഡസൻറ്റ് വർക്ക് ഇൻ ദി നാഷണൽ ഇൻട്രസ്റ്റ്. ഇവരെ ഒരു നാഷണൽ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനൊക്കെ ഇനി എത്ര കാലം എടുക്കുക? ഒരു ഹീലിംഗ് പ്രോസസ് സമയമെടുക്കും. പക്ഷേ ഐ വിൽ നോട്ട് സേ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ പറഞ്ഞ പോലെ മൈ എക്സ്പീരിയൻസ് വിത്ത് മണിപ്പൂർ ഇസ് മെനി ഇയേഴ്സ്. ഇൻഫാക്ട് എൻ്റെ PhD ഞാൻ ചെയ്തത് മണിപ്പൂരിലാണ്. ഐ നോ ഫൈനലി പീസ് comes by and everything falls back in place.
വയലൻസ് കുറയും, ഇനി കുറയും, ഇതിനെക്കാട്ടിലും കുറയും. പക്ഷേ വേർ വി ഹാവ് ടു വർക്ക് അറൗണ്ട്, ഞാൻ പറഞ്ഞ പോലെ, ഈസ് ദ മൈൻഡ് സ്പേസ് ഓഫ് പീപ്പിൾ. നോർത്ത് ഈസ്റ്റിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആർ they hold a very important status. It is up to those elders, എല്ലാ കമ്മ്യൂണിറ്റീസ്, ടു ടെൽ, അണ്ടർസ്റ്റാൻഡ്. ഇപ്പം ഇറ്റ് ഈസ് വെരി ഈസി ടു സേ ഞങ്ങൾ ലാസ്റ്റ് മാൻ ലാസ്റ്റ് റൗണ്ട് വരെ ഫൈറ്റ് ചെയ്യും, വി വിൽ നോട്ട് ഗിവ് അപ്പ്. സൗണ്ട്സ് വെരി ഗുഡ്, ഓപ്റ്റിക്സ് വളരെ നന്നാണ്, പക്ഷേ ഓൺ ഗ്രൗണ്ട് ഇറ്റ് ഡസൻറ്റ് ട്രാൻസ്ലേറ്റ്. ആരാ സഫർ ചെയ്യുന്നത്? ഇതിലൊക്കെ പാവങ്ങളാണ്, സ്റ്റുഡൻസ് എഫക്റ്റ് ആയി. ഈ ബോർഡ് എക്സാം ഇപ്പം 10th ഉം 12th ബോർഡ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ. There is a point, February, where we were not sure can it happen or not. Children were uncertain. All security forces, Assam Rifle, Baki, Army, CRPF, BSF, we facilitated this. So we didn't want the future of the children to get affected. Initially, what went wrong? You never expected. What was the trigger? What was the trigger? It is that High Court verdict which has already been rescinded. Or is it something else? Actually, again, ഇത് കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ പോകേണ്ടി വരും. 2000 few years back, 2015 ഓഗസ്റ്റിൽ സ്റ്റേറ്റിലൊരു 3 ബില്ല് പാസ് ചെയ്തിരുന്നു. ഓക്കെ. 2015 ഓഗസ്റ്റ് 2nd or 3rd ഓഗസ്റ്റിനായിരുന്നു ഈ റെസൊല്യൂഷൻ പാസ്സായി. 3 ബിൽസ്, അത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാം. അത് പാസ് ചെയ്ത ശേഷം ദർ വാസ് എ ഫീലിംഗ് അമംഗ്സ് ദി ഹിൽ കമ്മ്യൂണിറ്റി, both Nagas and Kukis, our land is being usurped. ഞങ്ങളുടെ ലാൻഡ് ഇപ്പം പോവും, ദി മേത്തീസ് ആർ ട്രൈങ് ടു ടേക്ക് കൺട്രോൾ. ആ വിചാരം വന്നിരുന്നു. അതുകൊണ്ടാണ് ഒരു വയലൻസ് ആ സമയത്തും ഒരു വയലൻസ് നടന്നിരുന്നു. ഓഗസ്റ്റ് 2015 8-9 പേര് പീപ്പിൾ ഹഡ് ഡൈഡ്. ദോസ് ബോഡീസ് ആർ ബീൻ കെപ്റ്റ്. അത് കഴിഞ്ഞിട്ട് ദാറ്റ് ട്രസ്റ്റ് ഡെഫിസിറ്റ് ഹസ് ഇൻക്രീസ്ഡ് ഫ്രം ദെൻ. സോ it was not suddenly 2023 ഇതല്ല സംഭവം നടന്നല്ല, പെട്ടെന്നായതല്ല അത്. ദർ വാസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് അൺഈസിനെസ് ഓൾ ത്രൂ. ഇറ്റ് ജസ്റ്റ് റിക്വയർഡ്, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ട്രിഗർ. അപ്പോൾ ആ ട്രിഗർ, ഇഫ് ഇറ്റ് വാസ് ജസ്റ്റ് എ ഡയറക്റ്റീവ് ഓഫ് ദ കോർട്ട് ടു സ്റ്റഡി, ഇറ്റ് വുഡ് ഹാവ് സ്റ്റിൽ ബീൻ ഓക്കെ. പക്ഷേ അത് കോർട്ട് പറഞ്ഞു വിതിൻ നെക്സ്റ്റ് 14 days, വിതിൻ നെക്സ്റ്റ് 15 days, ദാറ്റ് പാർട്ട് that showed some urgency. അപ്പോൾ they felt further cornered. അതുകൊണ്ടാണ് ആ പ്രൊസഷനൊക്കെ നടന്നത്. അത് കഴിഞ്ഞിട്ട് വാട്ട് എക്സാക്ട്ലി ഡിഡ് ഇറ്റ് ഹാപ്പൻ ഇൻ ദ ഹിൽ ഏരിയ ഫസ്റ്റ് ഓർ വാലി ഏരിയ ഫസ്റ്റ്, ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് വിൽ ബി ഏബിൾ ടു ടെൽ. പക്ഷേ വി വെർ പ്രിപ്പയർഡ്. നിങ്ങൾ പറഞ്ഞു വി കോട്ട് അൺഅവെയർസ്. യെസ്, അൺഅവെയർസ് ഇൻ ടേംസ് ഓഫ് സ്കെയിൽസ് ഓഫ് വയലൻസ്, ആ ലെവൽ. പക്ഷേ ദർ വിൽ ബി സംതിങ് അബൌട്ട് ദാറ്റ് വി ന്യൂ. ഞങ്ങളുടെ കോളംസ് റെഡി ആയിരുന്നു. ഈവൻ ഓൺ 2nd of May വി വർ റെഡി. ഇങ്ങനത്തെ വല്ലതും പ്രത്യേകിച്ച് ആ ഹൈക്കോർട്ടിൻ്റെ ഓർഡർ വന്ന ശേഷം വി ന്യൂ സംതിങ് വിൽ ഹാപ്പൻ. പക്ഷേ ഈ ലെവലിലാവും, ഈ സ്കെയിലാവും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. സോ കമ്മിങ് ബാക്ക് ടു ദിസ് ഡ്രഗ്, ഇവരുടെ എക്സ്റ്റോർഷൻ എത്രത്തോളം ഉണ്ട് ഈ ഡ്രഗ് കാർട്ടൽസിൻ്റെ? അത് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് തടയാനായിട്ട് അസം റൈഫിൾസിന് കഴിയുന്നുണ്ടോ? എക്സ്റ്റോർഷൻ വെറും ഡ്രഗ് കാർട്ടൽസ് മാത്രമല്ല ചെയ്യുന്നത്. ആക്ച്വലി ഇതിനു വേണ്ടി അഗൈൻ യു ഹാവ് ടു ഗോ ബാക്ക് ഇൻ ടൈം. ഇത് തുടങ്ങിയത് എക്സ്റ്റോർഷൻ ആസ് യു കോൾ ഇറ്റ് തുടങ്ങിയത് വെൻ ദ ഇൻസർജൻസി സ്റ്റാർട്ടഡ്. ആൻഡ് ഇതിൻ്റെ ഒക്കെ ഫൗണ്ടൻ ഹെഡ് മെയിൻ ഇൻസർജൻസി തുടങ്ങിയത് നാഗാലാൻഡിലാണ്. വാട്ട് ഈസ് നൗ നാഗാലാൻഡ്, പക്ഷേ നാഗ ഹിൽസിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഇൻഫാക്ട് നിങ്ങൾക്ക് ഇഫ് യു റീഡ് ഹിസ്റ്ററി, 15th ഓഗസ്റ്റാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1947. 14th ഓഗസ്റ്റ്, ഒരു ദിവസം മുന്നേ ഇവർ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തു, ദി നാഗാസ്. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലെബിസൈറ്റ് നടത്തി ഇവർ 1952. ആ പ്ലെബിസൈറ്റിൽ എന്താ ഇവർ പറഞ്ഞു വെച്ചാൽ 90%, 90% ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് വേറൊരു കൺട്രി വേണം, നാഗാലാൻഡ്. ആ കൺട്രിക്ക് വേണ്ടി അവർ ഫണ്ട് ചെയ്യാൻ തുടങ്ങി. ദി നാഗാസ് പീപ്പിൾ വോളണ്ടറി ആയിരുന്നു, അത് വോളണ്ടറി ആയിരുന്നു ടു ക്രിയേറ്റ് എ സെപ്പറേറ്റ് നാഗ ഐഡൻറ്റിറ്റി, സെപ്പറേറ്റ് നാഗ കൺട്രി. അപ്പോൾ ഇതിൻ്റെ തുടക്കം അപ്പോഴാണ്. വാട്ട് സ്റ്റാർട്ടഡ് ആസ് contribution became taxes, later got converted to extortion. അതാണ് ഇതിൻ്റെ ജെനസിസ്. അപ്പം ഇവരോട് ചോദിച്ചാൽ ദി നാഗാസ് ഫോർ എക്സാമ്പിൾ, അവർ പറയുന്നത് ദിസ് ഇസ് ലൈക്ക് ടാക്സസ്, ഇത് നോർമൽ ടാക്സ് ആണല്ലോ, നിങ്ങളുടെ കൺട്രിയിൽ നിങ്ങൾ ടാക്സ് ഒന്നും ലീവ് ചെയ്യുക, അത് ഞങ്ങൾ നാഗാ നേഷനിൽ ഞങ്ങൾ ടാക്സ് ലീവ് ചെയ്യാണ്. അതാണ് ദാറ്റ് വാസ് വാട്ട് സ്പ്രെഡ് ടു മണിപ്പൂർ, ടു മിസോറാം ഓൾസോ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. ഇപ്പം മിസോറാം പീസ്ഫുൾ ആണ്, പക്ഷേ ബാക്കി മിലിറ്റൻറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ പിടിച്ച് ദേ സ്റ്റാർട്ടഡ് ഫ്രം ദിസ് ഒരു വോളണ്ടറി കോൺട്രിബ്യൂഷൻ.
That has now become extortion. It has become a criminal nexus actually. Truly speaking, in the insurgency actually illa. It is all, should I say, criminalization of the idea of what the insurgents or the separatist movements ഒരു സമയത്ത് തുടങ്ങി അതിൻ്റെ ഒരു പുവർ വെർഷനാണ്. ഈ ഇപ്പോഴീ വെടിനിർത്തൽ കരാറിൽ എങ്ങനെ ഉണ്ടോ സീസ് ഫയർ വയലേഷൻസ് മണിപ്പൂർ നാഗ ഗ്രൂപ്പ്സ് പല ഗ്രൂപ്പ്സ് സീസ് ഫയറിലുണ്ട്. വെച്ചാൽ ദി നാഗ ഗ്രൂപ്പ്സ് ഇസ് കോൾഡ് എസ് സീസ് ഫയർ എന്നാണ് പറയുക. നാഗ ഗ്രൂപ്പ്സ് മറ്റേ ഈ മണിപ്പൂരിലുള്ള ഗ്രൂപ്പ്സ് ഫോർ എക്സാമ്പിൾ കുക്കി ഗ്രൂപ്പ്സ് അത് സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി ദർ ആർ സർട്ടൻ ഗ്രൗണ്ട് റൂൾസ് ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ക്യാമ്പ്സിൽ താമസിക്കാൻ പാടുള്ളൂ ഇൻ ദർ ഡെസിഗ്നേറ്റഡ് ക്യാമ്പ്സ്. പിന്നെ സർട്ടൻ നമ്പർ ഓഫ് വെപ്പൺസേ പാടുള്ളൂ ഇൻ ദ ക്യാമ്പ്സ്. ക്യാമ്പ്സ് ചില സ്ഥലത്ത് നമുക്ക് പോയി ഇൻസ്പെക്ട് ചെയ്യാം, കുക്കി ക്യാമ്പ്സിലൊക്കെ പോയി ഇൻസ്പെക്ട് ചെയ്യാം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ നാഗ ക്യാമ്പ്സ്. നാഗ ക്യാമ്പ്സിലൊക്കെ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ദിസ് so and so is the camp. അപ്പോൾ ദി ഗ്രൂപ്പ്സ് ഹു ഹാവ് സറണ്ടേഡ് they have to remain in that camp. ആ ക്യാമ്പിന് പുറത്ത് അവർ വെപ്പൺസ് എടുത്ത് പോകാൻ പാടില്ല ആസ് പെർ ദ റൂൾസ്. പക്ഷേ അതിൻ്റെ വയലേഷൻ ഇവർ ചെയ്യാറുണ്ട്. ആ വെപ്പൺസ് എടുത്ത് ഇവർ പുറത്തു പോകും, ആൾക്കാരെ എക്സ്റ്റോർട്ട് ചെയ്യും, പൈസ ഉണ്ടാക്കും. അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുമ്പോൾ വെൻ വി ഗെറ്റ് ദ റിപ്പോർട്ട്സ് ഞങ്ങൾ പോയി വി ക്യാച്ച് ദം ആൻഡ് ദ മൂവ് ടു ദി പോലീസ്. ഇപ്പോൾ 2 ബറ്റാലിയൻസ് ജമ്മു കാശ്മീരിലുണ്ട്. ഏറ്റവും ജമ്മു കാശ്മീരിൻ്റെ ഹിസ്റ്ററി തന്നെ നോക്കുമ്പോഴത്തേക്കും ഓപ്പറേഷൻ ദ്വിതി അതൊരു അസം റൈഫിൾസിൻ്റെ ഏറ്റവും വലിയൊരു ഓപ്പറേഷനായിരുന്നല്ലോ. അതിനെക്കുറിച്ച് പറയാം. ടു മൈ അണ്ടർസ്റ്റാൻഡിങ് ഇത് ഇന്ത്യയിൽ നടന്ന ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ആൻറ്റി ഇൻസർജൻസി ഓപ്പറേഷൻ. ഇതിന് ഞാൻ കുറച്ച് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് തരാം. ഈ ഒരു ഓപ്പറേഷൻ ഇറ്റ് വാസ് ഓവർ 72 hours, 3 ദിവസം. ഈ ഓപ്പറേഷൻ ലീഡ് ചെയ്ത ഒരു JCO ആയിരുന്നു, സുബിദാർ ഛേത്രി. ഇദ്ദേഹം ഇപ്പോൾ റിട്ടയർഡാണ്, നേപ്പാളിലാണ്, നേപ്പാളി സിറ്റിസനാണ്. പക്ഷേ ഇൻ ദി 72 hours ഇവർ ഒരു 72 മിലിറ്റൻസിനെ എലിമിനേറ്റ് ചെയ്തു. അതുമാത്രമല്ല ദേ കുഡ് ഗെറ്റ് 112 വെപ്പൺസ്. 112 വെപ്പൺസ്. അതിലത്തെ 102-103 പേർ AK സീരീസ് വെപ്പൺസ്. അതുമാത്രമല്ല ദേ വേർ ഏബിൾ ടു get hold of 15 militants live. 15 people getting 15 militants live. Besides, and not a single casualty. ഒരു കാഷ്വാലിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു ഫെറ്റൽ ഇഞ്ചറീസ് ഉണ്ടായിരുന്നു ചിലർക്ക്, പക്ഷേ ഫെറ്റൽ കാഷ്വാലിറ്റീസ് ആരുമില്ല. ആൻഡ് ഞങ്ങളിപ്പം വി ആർ ട്രൈങ് ടു, ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ ബറ്റാലിയൻ വേർ ഐ വാസ് എ കമ്പനി കമാൻഡർ. 7 SM റൈഫിളിലായിരുന്നു. ഐ വാസ് ഓൾസോ കമ്പനി കമാൻഡർ there, പക്ഷേ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ ഈ വർഷം വി ആർ ട്രൈങ് ടു ഷോക്കേസ് ദിസ് ടു ദ നേഷൻ. May 5th to 7th ആയിരുന്നത് 1991. അപ്പോൾ അടുത്ത മാസം വി ആർ ട്രൈങ് ടു ഷോക്കേസ് ദിസ്. ഈ ഓപ്പറേഷനിൽ ഭാഗമെടുത്ത സോൾജേഴ്സിനെ ഒക്കെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ജനറൽ കഴിഞ്ഞ തവണ നേപ്പാളിൽ പോയിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു. അപ്പോൾ ഇയാളെ കണ്ടിരുന്നു, ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടിരുന്നു, സുബിദാർ ഛേത്രിനെ ഞാൻ കണ്ടിരുന്നു. ഇന്ന് ഓപ്പറേഷൻ ദ്വിതിയിൽ എത്ര പേര് ജീവിച്ചു? അതിലത്തെ 11 പേര് ജീവിക്കുന്നുണ്ട്. അവരെ എല്ലാവരും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അടുത്ത മാസം 7 SM റൈഫിളിൽ അവരൊന്ന് ഫെലിസിറ്റേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ദലൈലാമയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതും അസം റൈഫിൾസിൻ്റെ March 31st 1956 വന്ന്. അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് കടന്നപ്പോൾ ഇൻ ടു അരുണാചൽ പ്രദേശ് അവർ റിസീവ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ സെക്യൂരിറ്റി 2-3 ദിവസം ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ദലൈലാമ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വെപ്പണും ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ആൻഡ് ഒരു ഫേമസ് കൊട്ടേഷനുണ്ട് അയാളുടെ, അത് ദാറ്റ് യു വിൽ ഫൈൻഡ് ഇൻ അവർ മ്യൂസിയം. ബട്ട് ബോട്ടം ലൈൻ ഓഫ് ദാറ്റ് മെസ്സേജ് ഇസ് മേക്ക് ഓൾ Assam Rifle be blessed. And we consider particularly. What was his personal weapon? പേഴ്സണൽ വെപ്പൺ was a pistol. അത് ഞങ്ങളുടെ മ്യൂസിയത്തിലുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പേഴ്സണൽ വെപ്പൺ ഉണ്ടായിരുന്നു. അത് when he crossed, that was for his personal security. Assam Rifles was asked to escort him. അറിയില്ലായിരുന്നു ദലൈലാമയാണെന്ന് അറിയില്ലായിരുന്നു. ദലൈലാമ അറിയുന്നു. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, ഫോട്ടോ ഒന്നും ഇല്ല. വി ജസ്റ്റ് ന്യൂ ഒരു ബോഡി ഓഫ് ട്രൂപ്സ് ആൾക്കാർ വരുന്നുണ്ട്. അതിൽ ഒരു ദലൈലാമ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആളുണ്ട്. അയാളെ എസ്കോർട്ട് ചെയ്യണം. ഹിസ് സേഫ്റ്റി ഷുഡ് ബി എൻഷുർഡ്. ഇവിടെ
ഹാൻഡ് ഓവർ ചെയ്യുന്ന വരെ. Till he was handed over to Indian authorities. He was young at that time. I mean, how do you rate the government, what do you call, their, what do you call, proactive, what do you call, decisions on stopping this insurgency? പലതും ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻസർജൻസി തുടങ്ങുന്നത് എന്തിനാണ്? ദർ ഇസ് എ ഡിസ്കണ്ടൻമെൻറ്റ് അമംഗ്സ് പീപ്പിൾ. ആൻഡ് നോർത്ത് ഈസ്റ്റ് ഒരു ഏരിയ ആയിരുന്നു. പീപ്പിൾ ഹാവ് ബീൻ ദേ ഹാവ് ഫെൽറ്റ് നെഗ്ലെക്റ്റഡ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് വാസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. കഴിഞ്ഞ ഓൾമോസ്റ്റ് 10 വർഷത്തിൽ ഡെവലപ്മെൻറ്റ് കുറേ നടന്നിട്ടുണ്ട്. ഐ ഹാവ് ബീൻ വിറ്റ്നസ് ടു മോസ്റ്റ് ഓഫ് മൈ ലാസ്റ്റ് 10 years നോർത്ത് ഈസ്റ്റിലായിരുന്നു. അപ്പോൾ റോഡ്സും ഇൻഫ്രാസ്ട്രക്ചറും ബ്രിഡ്ജസും വന്ന് ബിഗ് സ്കെയിൽ. That has led to a lot of happiness. The people are quite happy about all that. That also could be attributed to insurgency or new opportunities. അവിടുത്തെ യൂത്ത് ഇപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇൻഫാക്ട് ഇന്ന് ടുഡേ യു ക്യാച്ച് എനി ഫ്ലൈറ്റ്, ഒരൊറ്റൊരു ഫ്ലൈറ്റ് ഇല്ല വേർ യു കനോട്ട് ഫൈൻഡ് എ ക്രൂ മെമ്പർ ഓഫ് നോർത്ത് ഈസ്റ്റ്. അതേപോലെ ഹോട്ടൽ ഇൻഡസ്ട്രിയിലും നിൽക്കുള്ളൂ. ഈവൻ ഇൻ കേരള എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവർ വെൻ ദേ ആർ നൗ കമ്മിങ് ടു റെസ്റ്റ് ഓഫ് ദ കൺട്രി, they are understanding there are more job opportunities to improve their lifestyle, to improve their economic livelihood. പക്ഷേ where the rest of the country needs to change is attitude towards north east people. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഡൽഹിയിലാണ് സംസാരിക്കുന്നത്. ഡൽഹിയിൽ എന്നും അവരെ ഈ ചിങ്കീസും ഇതും അതൊക്കെ പറയുന്നുണ്ട്, വിച്ച് ഇസ് ബാഡ്. അതേപോലെ പല സ്ഥലത്ത് ഞാൻ കേൾക്കും ആൾക്കാരെ പറയുന്നത് മെയിൻലാൻഡ് ഇന്ത്യ. അപ്പോൾ വാട്ട് ഈസ് നോട്ട് മെയിൻലാൻഡ് അബൌട്ട് നോർത്ത് ഈസ്റ്റ്? അവരും ദേ ആർ ഓൾസോ മെയിൻലാൻഡ് ഇന്ത്യ. ഈ മെയിൻലാൻഡ് ഇന്ത്യ ആൻഡ് നോർത്ത് ഈസ്റ്റ് പറയുമ്പോൾ നിങ്ങളൊരു ബൈനറി ക്രിയേറ്റ് ആണ്. സൈക്കോളജിക്കലി ഒരു ബാരിയർ ക്രിയേറ്റ് ആണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ എല്ലായിടത്തും പറയും, ഡോണ്ട് സ്പീക്ക് ഓഫ് മെയിൻലാൻഡ് ഇന്ത്യ ആൻഡ് നോർത്ത് ഈസ്റ്റ്. എവറിത്തിങ് ഈസ് മെയിൻലാൻഡ് ഇന്ത്യ. അപ്പോൾ ആ അസിമുലേഷൻ, നോർത്ത് ഈസ്റ്റിലത്തെ ആൾക്കാരെ അസിമുലേറ്റ് ചെയ്യണം is very, very important. They are the best people in the country. ഞാൻ പറയട്ടെ, in terms of their culture, their happy go attitude towards life. ജനറൽ ഈ പരപ്പനങ്ങാടിയും ആസാം റൈഫിൾസും തമ്മിലുള്ള ബന്ധം ആദ്യത്തെ ഒരു കോയിൻസിഡൻസ് ഉണ്ട്. എൻ്റെ മുമ്പ് ഒരാളുണ്ടായിരുന്നു പരപ്പനങ്ങാടിയിൽ നിന്ന്, ലേറ്റ് ലെഫ്റ്റനന്റ് ജനറൽ പി മെനോൻ. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട് എൻ്റെ അടുത്ത്. ഐ വോണ്ട് ടു ഷോ ഇറ്റ് യു. ഇദ്ദേഹമായിരുന്നു ലോങ്സ്റ്റ് സെർവിംഗ് ഡയറക്ടർ ജനറൽ, ഓൾമോസ്റ്റ് 5 വർഷം, 4 years 8 months. അത് കഴിഞ്ഞിട്ട് ഞാനാണ് സെക്കൻഡ് ജനറൽ ഫ്രം ദ സെയിം വില്ലേജ് പരപ്പനങ്ങാടി. ആൻഡ് ഇൻ അഡീഷൻ സെക്കൻഡ് ലോങ്സ്റ്റ് സെർവിംഗ്. അത് അയാൾ കഴിഞ്ഞിട്ട് ഞാനാണ് സെക്കൻഡ് ലോങ്സ്റ്റ്. സോ ഇതാണ് തമ്മിൽ. ദോ ഐ ഹവ് നെവർ ഹാഡ് ദി പ്രിവിലേജ് ടു മീറ്റ് ഹിം. ഇൻഫാക്ട് അയാൾ ഇദ്ദേഹം DG ആയ വർഷത്തിലാണ് ഞാൻ കമ്മീഷനായത്. ഇദ്ദേഹം 1985 ഡയറക്ടർ ജനറൽ, ഞാൻ കമ്മീഷനായത് 1985. സോ ഈ 3-4 സിമിലാരിറ്റീസ് ഉണ്ട്. അല്ല, പൊതുവെ ആരുടെ ചോദിച്ചാലും പറയും പരപ്പനങ്ങാടി റൈഫിൾസ് എന്ന് പറയുന്ന അത് കുറച്ച് കൂടുതൽ പറവക്കയിലാണ്. അസാം റൈഫിൾസ് ഇസ് ഗുഡ്. അസാം റൈഫിൾസിന് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ജവാൻസും അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെയൊക്കെ ഈ വെൽഫെയറിനായിട്ട് ഒത്തിരി സ്കീംസൊക്കെ നടക്കുക. അത് അതിനെക്കുറിച്ചും കൂടെ കുറച്ച് പറയാം. ഇതിനു മുമ്പേ 1985 ഞാൻ മെനോൻ്റെ സമയത്ത്, അതിന് മുമ്പേ മോസ്റ്റ് ഓഫ് അവർ ഫോഴ്സ് നോർത്ത് ഈസ്റ്റിലായിരുന്നു. 60% അല്ല 70% ആൾക്കാർ നോർത്ത് ഈസ്റ്റിൽ നിന്നായിരുന്നു. 1985 മുതൽ ഒരു മാറ്റം വരുത്തി. ഇപ്പോൾ ഞങ്ങളൊരു ഓൾ ഇന്ത്യ ക്ലാസ് ഫോഴ്സാണ്. 20% ആൾക്കാർ വരുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. 20% വരുന്നത് നക്സൽ എഫക്റ്റഡ് ഏരിയസും ഇൻസർജൻസി ഏരിയസിൽ നിന്നും. ബാക്കി 60% ഓൾ ഇന്ത്യ ആണ്. ഇത് 1985 തുടങ്ങിയത്. അപ്പോൾ പല ആൾക്കാർ റിട്ടയർ ആയിട്ട് പോകുന്ന അവരെ ഹോം സ്റ്റേറ്റിലേക്ക്, ഫോർ എക്സാമ്പിൾ കേരളത്തിലോ കർണാടകയിലോ മഹാരാഷ്ട്രയിലോ. ഈ സ്ഥലത്തൊന്നും എക്സ് സർവീസ്മെൻ്റെ വെൽഫെയറിന് വേണ്ടി ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഉണ്ടായിട്ടില്ല. വി ഹാവ് എൻ ഓർഗനൈസേഷൻ കോൾഡ് ആസ് അസാം റൈഫിൾ എക്സ് സർവീസ്മെൻ ഓർഗനൈസേഷൻ, അറേസ. അതിൻ്റെ കേരളത്തിൽ 2 ഓഫീസസ് ഉണ്ട്. ഒരു അടൂർ, സെക്കൻഡ് എൻ്റെ സമയത്ത് തുറന്ന് കോഴിക്കോട്. കേരളം കഴിഞ്ഞ നോർത്തിലേക്ക് നിങ്ങൾ പോയാൽ മധ്യപ്രദേശ് വരെ ഒരൊറ്റ അസാം റൈഫിളിൻ്റെ ഓഫീസില്ല.
അതുകൊണ്ട് ഞങ്ങൾ റാലീസ് പല സ്ഥലത്തും നടന്നിട്ട് റെസ്റ്റ് ഓഫ് ദി കൺട്രി. ഈ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഒരു ടോട്ടൽ 11 റാലീസ് ഞങ്ങൾ നടത്തി, അതർ ദാൻ നോർത്ത് ഈസ്റ്റ് പല സ്ഥലത്തും നടത്തിയിട്ടുണ്ട്. ഇതിലൊരു 450 മറ്റേ കംപ്ലയിൻറ്റ്സ് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. കംപ്ലയിൻറ്റ്സ് പ്രോബ്ലംസ്, എക്സർവിസ്മെൻ്റെ പ്രോബ്ലംസ്, അതൊക്കെ ഓൾമോസ്റ്റ് 90% ഞങ്ങൾ അഡ്രസ്സ് ചെയ്തു. ഈ മാസം അവസാനത്തിൽ ഞാൻ വേറൊരു ഓഫീസ് ഇപ്പം തുറക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പം കേരള കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പം ഈ സൗത്തിലും വെസ്റ്റിലും വരുന്ന ഫസ്റ്റ് ഓഫീസ് മഹാരാഷ്ട്രയിലായിരിക്കും. അത് മിക്കവാറും ഞങ്ങൾ നാസിക്കിലാണ് തുറക്കുന്നത്. ഞങ്ങൾ ഈ വർഷം 23rd March വി ഹവ് ഡിക്ലെയർഡ് ആസ് വെറ്ററൻസ് ഡേ സ്റ്റാർട്ടിങ് ദിസ് ഇയർ. ഈ വർഷം ഞങ്ങൾ തുടങ്ങിയപ്പോൾ ദി റെസ്പോൺസ് ഹാസ് ബീൻ ഓവർവെൽമിങ്. എല്ലാ സ്ഥലത്തും വേറെവർ ഞങ്ങളുടെ ഓഫീസസ് ഉള്ളിടത്ത്, അതുമാത്രമല്ല നോർത്ത് ഈസ്റ്റ് വേറെവർ ആർ ഫോഴ്സസ് വെയർ വി ഹാഡ് ലാർജ് നമ്പേഴ്സ് ഓഫ് നോർത്ത് ഈസ്റ്റിലത്തെ എക്സേഴ്സ്മെൻ വന്ന് ഈ റാലീസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ സൈഡിൽ നിന്ന് കിട്ടിയ റെസ്പോൺസൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. ഈ നാരീശക്തി ആദ്യം നടപ്പിലാക്കിയത് ആസാം റൈഫിൾസാണ്. അത് പറയാൻ പറ്റില്ല. യെസ്, യു ക്യാൻ പുട്ട് ഇറ്റ് ഡിഫറെൻ്റ്ലി. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള മഹിളാ സോൾജേഴ്സ്, ഞങ്ങളുടെ അടുത്ത് സാങ്ഷൻ സ്ട്രെങ്ത് ഒരു 3000 ആണ്. തൽക്കാലം ഞങ്ങളുടെ അടുത്തുള്ള 1800 മറ്റാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് ഇപ്പം മഹിളാസിൻ്റെ. പക്ഷേ ദി പിക്യുലാരിറ്റീസ് ഇവരുടെ മെയിൽ കൗണ്ടർ പാർട്സ് ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്. പെട്രോളിങ്, ആംബുഷ്, പിന്നെ ലോങ് റേഞ്ച് പെട്രോളിങ്. 5-6 ദിവസം കാട്ടു പ്രദേശങ്ങളിലൊക്കെ പോകുന്നു വിത്ത് ദർ മെയിൽ കൗണ്ടർ പാർട്സ്, വിത്ത് വെപ്പൺസ്, വിത്ത് ബാറ്റിൽ ലോഡ്സ്, ഇതൊക്കെ. ആൻഡ് ദേ ആർ ഡൂയിങ് നോർമൽ ഡ്യൂട്ടി. സാറ് ജനിച്ചു വളർന്നതൊക്കെ പൂനെയിലാണ്. ഐ എം എ ഡൊമിസൈൽ ഓഫ് പൂന. പക്ഷേ ഫാദർ ഇപ്പം നാട്ടിലാണ്, കേരളത്തിലാണ്. പേരൻസ് ആർ ഇൻ കേരള. യുവർ ഫാമിലി? വൈഫ് എൻ്റെ കൂടെയാണ്, ഷില്ലോങ്ങിലാണ്. മകൻ ലണ്ടനിലാണ്, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് ജോലി എടുക്കുന്നത്. മകൾ ഇവിടെ ഡൽഹിയിലാണ്, ബ്രിട്ടീഷ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. So thank you very much, sir. Thank you. Thanks for calling me over. Okay. And nice interacting with you. Thank you. Thank you. Thank you.